ഇന്ത്യ പാക് പോരാട്ടം 15 ഓവർ പിന്നിട്ടതും ഞാൻ കളി കാണുന്നത് നിർത്തി. പിന്നെ മാഞ്ചസ്റ്റർ ഡെർബി കാണാനിരുന്നു. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ ലോക ക്രിക്കറ്റിലെ സോ കോൾഡ് ക്ലാസിക് പോരാട്ടത്തിന് ശേഷം മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യ പാക് പോരാട്ടങ്ങൾ ഏറെക്കാലമായി ഇങ്ങനെയൊക്കെയാണ്. കളി പകുതി പിന്നിടുമ്പോഴേക്കും ഇതിന്റെ ഫലം എന്താകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്നാണ് ഗാംഗുലി പറയാതെ പറഞ്ഞു വെച്ചത്. ഗാംഗുലിയുടെ ഓർമ്മകൾ ചിലപ്പോൾ ഭൂതകാലത്തേക്ക് സഞ്ചരിച്ച് കാണണം. വർഷം 2003. സെഞ്ചുറിയനാണ് വേദി. ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുന്നു. പാകിസ്ഥാൻ ഉയർത്തിയ 273 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയതാണ് ഇന്ത്യ. സച്ചിൻ അക്തർ പോര് എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ട ആ മത്സരം കാണാൻ പതിനായിരങ്ങളാണ് സെഞ്ചുറിയനിൽ അന്ന് തടിച്ചുകൂടിയത്. ഒടുവിൽ ആരാധകർ കാത്തിരുന്ന ആ നിമിഷമെത്തി. 2ാം ഓവർ എറിയാൻ അക്തർ ബോളിംഗ് എൻഡിലേക്ക് നടന്നെടുത്തു. സ്ട്രൈക്കിൽ സച്ചിൻ. ഗാലറി ശ്വാസമടക്കി പിടിച്ചിരുന്നു. മത്സരത്തിന് മുമ്പ് ഇന്ത്യൻ ടോപ്പ് ഓർഡറിനെ താൻ തകർത്ത് തരിപ്പണമാക്കും എന്ന് അക്തർ പറഞ്ഞത് അന്ന് വലിയ വാർത്തയായിരുന്നു. ആ ഓവറിലെ 4ാം പന്ത് 150.9 കിലോമീറ്റർ വേഗതയിലെത്തിയ ആ പന്തിനെ ഒരു അപ്പർ കട്ടിലൂടെ മാസ്റ്റർ ബ്ലാസ്റ്റർ അനായാസം ഗാലറിയിൽ എത്തിക്കുന്നു. ക്രിക്കറ്റ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. കമന്ററി ബോക്സ് ഇടമുറിയാതെ ശബ്ദിച്ചു. പേസിനെ യൂസ് ചെയ്ത് എഫേർട്ട്ലെസ് ആയി സച്ചിൻ കുറിച്ച ആ സിക്സർ ഇന്ത്യൻ ആരാധകർക്ക് ഇപ്പോഴും ത്രസിപ്പിക്കുന്ന ഓർമ്മയാണ്. അതേ ഓവറിൽ പിന്നെ തുടരെ 2 ഫോറുകൾ. 4ാം ഓവർ എറിയാനെത്തിയ വഖാർ യൂനിസിനെതിരെ വീരേന്ദർ സെവാഗും പായിക്കുന്നുണ്ട് മനോഹരമായ അപ്പർ കട്ട്. 5 ഓവർ പിന്നിടുമ്പോഴേക്കും ഇന്ത്യൻ സ്കോർ ബോർഡിൽ 50 റൺസ് തെളിഞ്ഞു. പൊടുന്നനെയാണ് കളി തിരിഞ്ഞത്. 6ാം ഓവറിൽ സെവാഗിന് വഖാർ യൂനിസിന്റെ മറുപടി. വീരു അഫ്രീദിയുടെ കയ്യിൽ വിശ്രമിച്ചു. തൊട്ടടുത്ത പന്തിൽ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലിയെ ഗോൾഡൻ ടക്കാക്കി വഖാർ ആരാധകരെ ഞെട്ടിക്കുന്നു. എന്നാൽ പിന്നീട് സച്ചിനും മുഹമ്മദ് കൈഫും രാഹുൽ ദ്രാവിഡും യുവരാജ് സിംഗും ചേർന്ന് ഇന്ത്യയെ വിജയതീരമടച്ചു. സെഞ്ചുറിക്ക് 2 റൺസ് മാത്രം അകലെ അക്തറാണ് മത്സരത്തിൽ സച്ചിനെ വീഴ്ത്തിയത്. ആ വിക്കറ്റ് അയാൾ മതിമറന്ന് ആഘോഷിച്ചു. കളിക്കിടെ പരിക്കേറ്റ സച്ചിൻ സെവാഗിനെ റണ്ണറാക്കിയാണ് അന്ന് മത്സരം പൂർത്തിയാക്കിയത്. 2 മണിക്കൂറും 25 മിനിറ്റും അയാൾ മൈതാനത്ത് തുടർന്നു. 75 പന്ത് നേരിട്ട സച്ചിന്റെ ബാറ്റിൽ നിന്ന് 1 സിക്സും 12 ഫോറുകളുമാണ് അന്ന് പിറന്നത്. ഇനി ആ ടീമുകളെ നോക്കൂ. സയ്യിദ് അൻവർ, ഇൻസമാമുൽ ഹക്ക്, മുഹമ്മദ് യൂസുഫ്, യൂനിസ് ഖാൻ, ഷാഹിദ് അഫ്രീദി, അബ്ദുൾ റസാഖ്, വഖാർ യൂനിസ്, വസീം അക്രം, ഷുഐബ് അക്തർ, അങ്ങനെ ലോക ക്രിക്കറ്റിലെ വൻമരങ്ങൾ അണിനിരന്നൊരു സംഘമായിരുന്നു അന്ന് പാകിസ്ഥാൻ. സച്ചിൻ ടെണ്ടുൽക്കർ, വീരേന്ദർ സെവാഗ്, രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലി, മുഹമ്മദ് കൈഫ്, യുവരാജ് സിംഗ്, അനിൽ കുംബ്ലെ, ജവഗൽ ശ്രീനാഥ്, ആശിഷ് നെഹ്റ, സഹീർ ഖാൻ. അത്ര തന്നെ കരുത്തുണ്ടായിരുന്നു ഇന്ത്യക്കും. ബോളിംഗിൽ എക്കാലവും വേഗപ്പന്തുകാർ ഏറെ ഉണ്ടായിരുന്ന പാക് നിര ഇന്ത്യക്കെതിരെ പോരിനിറങ്ങുമ്പോഴൊക്കെ ഇന്ത്യൻ ബാറ്റർമാരും പാക് ബോളർമാരും തമ്മിലുള്ള യുദ്ധങ്ങളായാണ് അവ വിശേഷിപ്പിക്കപ്പെട്ടത്. ആ പോരാട്ടങ്ങളൊക്കെ ഇരു ടീമിന്റെയും ആരാധകർക്ക് അവിസ്മരണീയമായ ഓർമ്മകളായിരുന്നു. മൈതാനത്തിറങ്ങേറുന്ന തുല്യ ശക്തികളുടെ പോരാട്ടം, നിറഞ്ഞു കവിയുന്ന ഗാലറി, വെല്ലുവിളികൾ, മറുപടികൾ, മൈതാനത്തിന് ചൂടുപിടിപ്പിക്കുന്ന നിമിഷങ്ങൾ, അങ്ങനെ. എന്നാൽ ഇന്ത്യ പാക് പോരാട്ടങ്ങൾക്ക് ഇന്നാ ചൂടുണ്ടോ? ക്രിക്കറ്റ് മൈതാനങ്ങളിലെ ക്ലാസിക്കുകൾ എന്ന് ആ മത്സരങ്ങളെ ഇനി വിശേഷിപ്പിക്കാനാകുമോ? ഇല്ലെന്ന് ഉറപ്പിച്ച് പറയേണ്ടി വരും. 2012 ശേഷം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ബൈലാറ്ററൽ സീരീസുകൾ അരങ്ങേറിയിട്ടില്ല. ലോകവേദികളിലും വൻകര പോരുകളിലുമൊക്കെയാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടാറുള്ളത്. ഇവയിലൊക്കെ ഏകപക്ഷീയമായ ഫലങ്ങളാണ് ആരാധകരെയും കാത്തിരിക്കുന്നത്. 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ വിജയം, 2021 T20 ലോകകപ്പിലും 2022 ഏഷ്യ കപ്പിലും കുറിച്ച വിജയങ്ങൾ, ഇവയൊഴിച്ചു നിർത്തിയാൽ ലോകവേദികളിൽ ഇന്ത്യയുടെ കംപ്ലീറ്റ് ഡൊമിനൻസ് ആണ് പലപ്പോഴും ആരാധകർ കണ്ടത്. സമീപകാലത്ത് ഇന്ത്യ പാക് പോരാട്ടങ്ങളുടെ യഥാർത്ഥ ചൂടും നിറഞ്ഞൊരു എൻകൗണ്ടർ നമ്മൾ കണ്ടത് 2022 T20 ലോകകപ്പിലാണ്. 8 പന്തിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത് 28 റൺസ്. ക്രീസിൽ സാക്ഷാൽ വിരാട് കോഹ്ലി. ഹാരിസ് റൌഫ് എറിഞ്ഞ 19ാം ഓവറിലെ 5ാം പന്ത് അയാളുടെ തലക്ക് മുകളിലൂടെ ഗാലറിയിലേക്ക് മൂളിപ്പറക്കുന്നു. അവസാന പന്തിനെ ഫൈൻ ലെഗിലൂടെ സിക്സർ പറത്തിയ കോഹ്ലി പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് ആ വിജയം തട്ടിപ്പറിച്ചെടുക്കുകയായിരുന്നു. മുഹമ്മദ് നവാസിന്റെ അവസാന ഓവറിൽ ജയിക്കാൻ 16 റൺസ് വേണമായിരുന്നു ഇന്ത്യക്ക്. കോഹ്ലിയും അശ്വിനും ചേർന്ന് ആ ലാസ്റ്റ് ഓവർ ത്രില്ലറിൽ ഇന്ത്യക്ക് ആവേശ ജയം സമ്മാനിച്ചു. 2022 ഏഷ്യ കപ്പിലാണ് അവസാനമായി പാകിസ്ഥാൻ ഒരു വലിയ വേദിയിൽ ഇന്ത്യയെ തോൽപ്പിച്ചത്. സൂപ്പർ 4-ൽ 1 പന്ത് അവശേഷിക്കെ 5 വിക്കറ്റിനായിരുന്നു പാക് പടയുടെ വിജയം. എന്നാൽ ഫൈനലിൽ അവർ ശ്രീലങ്കയ്ക്ക് മുന്നിൽ വീണു. 2023 ലോകകപ്പിൽ ഏകപക്ഷീയമായിരുന്നു കാര്യങ്ങൾ. 191 റൺസിന് ബാബറിന്റെയും സംഘത്തിന്റെയും കഥ തീർത്ത ഇന്ത്യ
30 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. 2024 T20 ലോകകപ്പിൽ ഇന്ത്യയെ 119 റൺസിന് കൂടാരം കയറ്റിയെങ്കിലും പാക് പട 6 റൺസിന് വീണു. ജസ്പ്രീത് ബുംറയ്ക്ക് മുന്നിലാണ് ബാബറും സംഘവും അന്ന് ആയുധം വെച്ച് കീഴടങ്ങിയത്. ഈ വർഷം ആദ്യം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും ഏകപക്ഷീയമായിരുന്നു കാര്യങ്ങൾ. 241 റൺസിന് പാകിസ്ഥാനെ കൂടാരം കയറ്റിയ ഇന്ത്യ 43 ഓവറിൽ കളി തീർത്തു. ഇപ്പോഴിതാ ഏഷ്യ കപ്പിലും അത് ആവർത്തിക്കുന്നു. ഇന്ത്യയെ നേരിടാൻ പോകുന്നൊരു കളിക്കൂട്ടം പാകിസ്ഥാൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് രാജ്യത്തെ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കും ആരാധകർക്കുമൊക്കെ നന്നായി അറിയാം. എന്നാൽ കളിക്ക് മുമ്പ് വെല്ലുവിളികളൊക്കെ എല്ലാ തവണയും കൃത്യമായി നടക്കുന്നുണ്ട്. ഇക്കുറിയും അതിനൊരു കുറവുമുണ്ടായില്ല. ജസ്പ്രീത് ബുംറയുടെ 6 പന്തും അതിർത്തി കടത്തുന്ന ഒരാൾ, ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച സ്പിന്നർ, അങ്ങനെ പലതും. എന്നാൽ കളത്തിലെത്തുമ്പോൾ ഈ ഗീർവാണങ്ങളൊന്നും കാണുന്നില്ലെന്ന് മാത്രം.